ഓക്കെ. വില്യം ഷേക്സ്പിയർ. അപ്പോൾ വില്യം ഷേക്സ്പിയർ ആരായിരുന്നു? ഹി വാസ് എ പോയറ്റ്, ഹി വാസ് എ റൈറ്റർ ഹി വാസ് എ ഡ്രമാറ്റിസ്റ്റ്. നമുക്കെല്ലാം പറയണം, കാരണം ഹി റോട്ട് പോയംസ്, ഹി റോട്ട് സോണറ്റ്സ് അല്ലേ. ഹി വാസ് സോണറ്റിയർ ആണ്, ആൻഡ് ഹി വാസ് എ ഡ്രമാറ്റിസ്റ്റ് ആണ്, ആൻഡ് ഹി വാസ് എ പോയം, ഹി വാസ് എ പോയറ്റ് ഓൾസോ. വിച്ച് ഇസ് എ പോയം ദാറ്റ് ഹി റോട്ട്? ഹി റോട്ട് 2 പോയംസ്. 2 പോയംസ് ഏതൊക്കെയാണ്? ആർക്കെങ്കിലും അറിയോ? വീനസ് ആൻഡ് പറയും മക്കളെ, നോർമല്ല. വീനസ് ആൻഡ് അഡോണൈസ് ആൻഡ് റേപ്പ് ഓഫ് ദി ലുക്രീസ്. ദീസ് ആർ 2 നെറേറ്റീവ് പോയംസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. ഇതൊക്കെ ഓർത്ത് വെച്ചോട്ടൊന്നും ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസുള്ള ഏരിയകളാണ്. William Shakespeare was an English playwright and poet widely regarded as one of the greatest writers in the English language and the world preeminent dramatist. He is often referred to as the Bard of Avon, named after his birthplace, Stratford upon Avon. Avon എന്ന് പറയുന്ന ഒരു നദിയുടെ പേരാണ് കേട്ടോ. Avon, AVON, അല്ലെങ്കിൽ Avon എന്ന് പറയുന്നത് സ്ട്രാറ്റ്ഫോർഡിൽ ഇംഗ്ലണ്ട് ഒരു നദിയുടെ പേരാണ്. സോ ഹി ലിവ്ഡ് നിയർ ബൈ ദാറ്റ് റിവർ. സോ he sang some song and ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ, പാട്ടുകാരെ പറയില്ല, നമ്മൾ ഈ നാടുടിക്കാരെ പറയാം, നാടുടി അങ്ങനെ നടന്ന് പാട്ടുന്ന ആൾക്കാരില്ലേ, അവർ പറഞ്ഞ പേരാണ് ബാഡ് എന്ന് പറയാം. അപ്പോൾ ദാറ്റ്സ് വൈ ഹി കോൾഡ് ആസ് ബാഡ് ഓഫ് ഏവൻ. ഷേക്സ്പിയർ റോട്ട് അപ്രോക്സിമേറ്റ്ലി 30 plays ആൻഡ് 154 സോണറ്റ്സ്. ഈ 38-ലെ 37 പ്ലേസേ ഉള്ളൂ കേട്ടോ, 37 പ്ലേസേ ഉള്ളൂ, ആൻഡ് 154 സോണറ്റ്സ്. ഈ 154 സോണറ്റ് തന്നെ ഒരു ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. Which continue to be studied and performed around the world. His plays cover a wide range of genres, including tragedies, comedies, and historical dramas. Some of his most famous works include Hamlet, Romeo and Juliet, Macbeth, and King Lear. ഹാംലെറ്റ് ഒരു സാധനം, ഒരു ടൈപ്പ് ഓഫ് ട്രാജഡിക്ക് പേരിട്ട സാധനമാണ് ഹാംലെറ്റ്. ഏത് ടൈപ്പ് ഓഫ് ട്രാജഡിയാണ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏത്? റിവെഞ്ച് ട്രാജഡി, അല്ലെങ്കിൽ വേറെ പേര് പറയുന്നത്. It's an example of revenge tragedy, okay, but that is not the particular name for that. അതിന് വേറെ പേരോട് പറയാം നമ്മൾ. സെനേക്കൻ ട്രാജഡി കേട്ടോ. എന്താണ് സെനേക്കൻ ട്രാജഡി നമ്മൾ പറയാം, അത് ഓർത്ത് വെച്ചോളി. ബിക്കോസ് സെനേക്ക എന്ന് പറയുന്നൊരു ഡ്രമാറ്റിസ്റ്റാണ് ഈ ഒരു ഫോം ഉണ്ടാക്കിയത് നമ്മുടെ ഡ്രമാറ്റിക് ലൈഫിൽ, ഡ്രമാറ്റിക് വേൾഡിൽ കേട്ടോ. അതായത് ആ ഒരു സാധനം സെനേക്കൻ ട്രാജഡി എന്ന് പറയുന്നത് റിവെഞ്ച് ട്രാജഡി. അതായത് എന്തുണ്ടാവും, ഒരു റിവെഞ്ച്, ഒരു മെത്തേഡ്, ഒരു മോഡസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഡ്രാമ മുന്നോട്ട് പോകുന്നത്, മറന്നു പോകണ്ട. ഷേക്സ്പിയേഴ്സ് പ്ലേസ് ആർ നോൺ ഫോർ ദെയർ യൂണിവേഴ്സൽ തീംസ്. ഇമ്പോർട്ടൻസ് വായിച്ചു പോവാം. ആൻഡ് ഹി മാരിഡ് ആൻ ഹാത്തവേ ഇൻ 1582 ആൻഡ് ഹാഡ് 3 ചിൽഡ്രൻ. ഇയാൾ ആൻ ഹാത്തവേ കല്യാണം കഴിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ്. അതായത് 18 വയസ്സുള്ള സമയത്താണ് ആരെ കല്യാണം കഴിക്കുന്നത്? ആൻ ഹാത്തവേ കല്യാണം കഴിക്കുന്നത്. ആ സമയം ആൻ ഹാത്തവേ വയസ്സ് എത്രയാണ്? 24 വയസ്സാണ്. 24-25 വയസ്സുണ്ട്. അതായത് ഇദ്ദേഹത്തിനേക്കാളും 6-7 വയസ്സിന് മൂത്തായിരുന്നു ഒരു ആൻ ഹാത്തവേ. when they getting married, ആൻ ഹാത്തവേ was pregnant for 3 months. അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 3 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല ആ സമയത്ത് കേട്ടോ. but spent more of his adult life in London, where he wrote and acted in plays for the theatre. Shakespeare died in the 1616 at the age of 52 and he is buried at Holy Trinity Church in Stratford upon Avon. ഇതാണ് ഷേക്സ്പിയറെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകല്ലോ കേട്ടോ. ഞാൻ അന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക് ഏതൊക്കെയായിരുന്നു? ഷേക്സ്പിയറും ആരും കൂടി പറഞ്ഞു ഓർമ്മ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആരുടെ? ഓക്കെ ഓക്കെ. അപ്പം ഇനി ഹാംലെറ്റ് പറയുന്നുണ്ട്. ഹാംലെറ്റ് ഈസ് എ ട്രാജഡി റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ, believed to have been written between 1599 and 1601. നമുക്ക് എന്താ ഒരു കറക്റ്റ് ക്ലിയർ ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇരുന്നു. ആ ഉള്ളിൽ പേരൻ്റെ ഉള്ളിൽ റേഞ്ച് കുറവാണ്. നിങ്ങൾ ടെറസം ഇറങ്ങണം, അപ്പോഴേ റേഞ്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ the play tells the story of Prince Hamlet who seeks revenge on his uncle for killing his father and taking the throne. ഇത് സംഭവം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹാംലെറ്റ് എന്ന് പറയുന്നൊരു ഹീറോ, അതായത് തൻ്റെ അച്ഛനെ കൊന്ന തൻ്റെ അങ്കിളായ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു ക്ലോഡിയസ് ആണ് ഇയാളുടെ അങ്കിൾ കേട്ടോ. ക്ലോഡിയസ് ആണ് ഇയാളുടെ അങ്കിൾ. ക്ലോഡിയസ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഈ ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേയിലൂടെ പറഞ്ഞു പോകുന്നത്. The play is known for exploration of the theme of revenge, madness and the nature of human existence. പിന്നെ ടു ബി ഓർ നോട്ട് ടു ബി, അത് വരുന്നത് ഈ ഒരു പ്ലേയിലാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ടു ബി ഓർ നോട്ട് ടു ബി? എവിടെ വരുന്ന സീനാ?
അതായത് ഈ ചെങ്ങനെ കൊല്ലാൻ നിൽക്കും. കാരണം ഇയാൾ ഈ ക്ലോഡിയസ് എന്ന് പറഞ്ഞ ആൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ സമയത്താണ് ഹാംലെറ്റ് എന്ത് ചെയ്യുന്നത് ബാക്കിൽ നിന്ന് കത്തിയിട്ട് ചെല്ലുന്നത് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കൊല്ലണോ വേണ്ടയോ? കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾ പ്രാർത്ഥിക്കുന്ന സമയത്താവുകൊണ്ട് ഇയാൾ സ്വർഗത്തിൽ പോവും. ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഒരു ഒരു വേണ്ടത്തെ കാര്യം ചെയ്യുകൊണ്ട് ഇവൻ നരകത്തിലും പോവും. അപ്പോൾ ഓ എന്ത് പറ്റി ഇപ്പോഴോ? സ്ഥലം ഇവിടെ കുഴപ്പമില്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്, ക്ലിയറിന് വിഷയമുണ്ട്. ആണോ? എന്നാ ശരി. ഇപ്പം എന്താ അവസ്ഥ? അപ്പം ഉണ്ടോ ക്ലിയർ? ഇപ്പം ക്ലിയർ ഇല്ലേ? ഹലോ, പോയോ? എല്ലാവരും പോയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്നൊരു ഒരു മെയിൻ ക്യാരക്ടർ ഒഫീലിയ. ഹാംലെറ്റ് ലവറാണ്. ഹാംലെറ്റിൻ്റെ ലവറാണ് ഒഫീലിയ. Ophelia, the treacherous advisor Polonius and the manipulative King Claudius. Hamlet is considered one of the Shakespeare's greatest works and one of the most important plays in the English language. Its exploration of complex themes and characters continues to make it relevant and resonant for modern audience. ഹാംലെറ്റ് കിങ് ക്ലോഡിയസ്, കിങ് ജെർട്രൂഡ്. ജെർട്രൂഡ് എന്ന് പറയുന്നതിന് അമ്മയാണ് കേട്ടോ. ഹാംലെറ്റിൻ്റെ അമ്മയാണ് ജെർട്രൂഡ് എന്ന് പറയുന്നത്. പൊളോണിയസ് ആരാണ്? കൗൺസിലർ കിങ് ക്ലോഡിയസ്. ഈ പൊളോണിയസിൻ്റെ മകളാണ് ആര്? ഒഫീലിയ. പിന്നെ ലേറ്റസ് സൺ ഓഫ് പൊളോണിയസ് ആണ്. ഹൊറേഷ്യോ ഹാംലെറ്റ് ക്ലോസ് ഫ്രണ്ടാണ്. ഗോസ്റ്റ് ഓഫ് കിങ് ഹാംലെറ്റ്. ഇതാണ് ഈ പ്ലേ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് വൺ ആരാണ്? ഹാംലെറ്റ് കിങ്. പിന്നെ ദ പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ആൻഡ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി പ്ലേ ഹീ സൺ ഓഫ് ദി ലേറ്റ് കിങ് ഹാംലെറ്റ്. അതായത് മരിച്ചുപോയ കിങ്ങിൻ്റെ പേര് ഹാംലെറ്റിൻ്റെ ആയിരുന്നു. ഈ ഹാംലെറ്റിനെ ആര് കൊല്ലുന്നതാണ്? ക്ലോഡിയസ് എന്ന് പറയുന്ന ഇവൻ്റെ അങ്കിൾ കൊല്ലുന്നതാണ്. അങ്ങനെ ഈ അവൻ്റെ അച്ഛനെ ഹാംലെറ്റിൻ്റെ ഭാര്യ ജെർട്രൂഡിനെ ആര് വിവാഹം കഴിക്കുകയാണ്? ഈ ക്ലോഡിയസ് വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ പോയിട്ട് ഈ പൊളോണിയസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഈ ഹാംലെറ്റിൻ്റെ ക്ലോഡിയസിൻ്റെ ആരാണ്? കൗൺസിലറാണ്. അങ്ങനെ ഈ പൊളോണിയസിൻ്റെ കൗൺസിലറായ പൊളോണിയസിൻ്റെ മകളെ ഒഫീലിയാണ് ആരുന്നത്? ഇവൻ സ്നേഹിക്കുന്നത്. പിന്നെ പൊളോണിയസിൻ്റെ മകനുണ്ട്, ആരാണ്? ലേറ്റസ്. ദെൻ ഹൊറേഷ്യോ ആരുണ്ട്? ഹൊറേഷ്യോ ആര്? ഹാംലെറ്റിൻ്റെ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഓർത്ത് വെക്കുക കേട്ടോ, മറന്നു പോകണ്ട. പിന്നെ മാക്ബത്ത് എല്ലാവർക്കും അറിയുന്ന, നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ളൊരു വർക്കായിരുന്നു മാക്ബത്ത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വർക്കാണ് മാക്ബത്ത്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ ശേഷം പഠിപ്പിച്ചിട്ടില്ല കുട്ടികളെ. മാക്ബത്ത് ഞാൻ പഠിപ്പിച്ചതായിട്ട് ഒരു ഓർമ്മയില്ല. ഇപ്പോൾ ഉണ്ടോ? ഡിഗ്രി സിലബസിലുണ്ടോ മാക്ബത്ത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മാക്ബത്ത്? ഉണ്ടാവും, എന്നാൽ എപ്പോഴും ഉണ്ടാവും. മാക്ബത്ത് ഈസ് എ ട്രാജഡി റിട്ടൺ ബൈ വില്യം. ഞങ്ങൾ ഇറങ്ങിയ പാട് ബുക്ക് മാറിയിട്ടുണ്ട്. 2018-19 ശേഷം ബുക്ക് മാറിയിട്ടുണ്ട്. ഞാൻ പഠിച്ചത് 2011 ഞാൻ ഡിഗ്രി ചെയ്യുന്നത് ആ സമയത്താണ്. Macbeth is a tragedy written by William Shakespeare, believed to have been written between 1603 and 1607. The play tells the story of Macbeth, a Scottish general who is prophesied by 3 witches that he will become the king of Scotland. അത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ നമ്പർ ഓഫ് വിച്ചസ് എത്രയാണത്? 3 വിച്ചസ് ആയിരുന്നു കേട്ടോ, മറന്നു പോകണ്ട. ഇത് നമുക്ക് ഒരു ടെക്സ്റ്റും കൂടി മാക്ബത്ത് മറന്നു, അപ്പോൾ അതും ഓർത്ത് വെക്കുക. Driven by his ambition and encouraged by his wife Lady Macbeth. അല്ലേ, ഇയാൾ സ്കോട്ട്ലൻഡിലെ ഒരു ഇതായിരുന്നു, ഒരു സേനാധിപനായിരുന്നു മാക്ബത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സേനാധിപൻ. അങ്ങനെ ഇയാളൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് 3 വിച്ചസിനെ കാണുന്നു. വിച്ചസിനെ കാണുന്ന സമയത്ത് അവർ ഒരുപാട് യു ആർ ദി എന്താണ് പറയുന്നത്, മറന്നുവല്ലോ, ഇത് പറയുന്നുണ്ട് സാധനം. അതായത് നീ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് നീ ആരാണ്? എന്താണ് വായി വരുന്നില്ലല്ലോ വാക്ക്, കിങ് ഡെയർ ആഫ്റ്റർ എന്ന ലാസ്റ്റ് പറയുന്നത്. നീ അവിടെ തെയിൻ ഓഫ് ഗ്ലാമിഷ്. അതന്നെ, നീ നെക്സ്റ്റ് ആണ് തെയിൻ ഓഫ് ഗ്ലാമിഷ്. അതായത് ഗ്ലാമിഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കോട്ട്ലാൻഡിലെ ഒരു വലിയ പ്രദേശം ഗ്ലാമിഷ് എന്ന് പറയുന്നത്. അവിടെ തെയിൻ എന്ന് പറയുന്നത് ആരാ? അവിടുത്തെ ഭരണാധികാരിയാണ് നീ നാട്ടിലേക്ക് എത്താൻ പോകുമ്പോൾ ആവുന്നത്. ദെൻ ആരാണ്? തെയിൻ ഓഫ് ഖൗഡർ. ദെൻ കിങ് ദെയർ ആഫ്റ്റർ എന്ന് പറയുന്നത്. ആ അവസാനം എന്താവും? സ്കോട്ട്ലൻഡിൻ്റെ കിങ് ആവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആർക്കായാലും ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതും വിച്ചസാണ്. വിച്ചസ് എന്ന് പറയുന്നത് മാലാഖയാണ്, വിച്ചസ് അല്ല. എന്താണ് നമ്മൾ പറയില്ലേ, ഈ അതായത് ഈ മാലാഖന്മാരുടെ നേരെ ഓപ്പോസിറ്റ് സാധനം ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരെന്തായിരുന്നു?
അപ്പം പറയല മലയാളത്തിൽ എന്താ പറയുക നമ്മൾ എന്താ പറയുക വിച്ചസിന് നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിൽ എന്താ പറയുക നമ്മൾ ദുർമന്ത്രവാദി അങ്ങനെ എന്തെങ്കിലും പറയാം. അതന്നെ ആ പല്ലൊക്കെ രണ്ടും പുറത്ത് കിടന്ന് വരില്ല ആ സാധനം അതന്നെ. അപ്പോൾ അത് പറയാണ്, അത് പറഞ്ഞ് ഇവരങ്ങോട്ട് പോകും. എന്നിട്ടോ ബാങ്കോയും ഇവനും ആ കൺഫ്യൂഷനാണ്. പഠിച്ചോനെ ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ട്, ഞാനിപ്പോൾ നാട്ടിൽ എത്തിയാൽ എന്താ ആവാൻ പോവാ. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എത്തുന്ന സമയത്ത് നാട്ടിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവൻ്റെ വൈഫിന് ലെറ്റർ കിട്ടുകയാണ്, നിങ്ങൾ തെയിൻ ഓഫ് ബ്ലാമിസ് ആക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കിട്ടുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൊഫസി എന്തായി, സക്സസ് ആയി അല്ലേ. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ ഇവർക്കൊരു ഒരു ഒരു വിശ്വാസം വന്നാൽ അവർ പറഞ്ഞ എന്തോ കാര്യമുണ്ട്. അങ്ങനെ പോയി ഇവൻ്റെ പെണ്ണുങ്ങളുടെ ലേഡി മാക്ബത്തിൻ്റെ കുറച്ച് ഒരു ഉപദേശവും കുരുട്ടുബുദ്ധിയും കൂടി ആകുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഡെങ്ങനെ കൊല്ലും. ആദ്യം ഡെങ്ങനെ കൊല്ലും, പിന്നെ ഡെങ്ങനെ മക്കളെ കൊല്ലും. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യും, ചാടിപ്പോയ ഒരു മോന് ഡെങ്ങനെ ഒരു മോൻ എന്നിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ഇവനെ കൊല്ലും, പ്ലേ തീരും. അതാണ് ഈ പ്ലേയുടെ ഒരു ലാസ്റ്റ് എന്ന് പറയുന്നത്. ദ പ്ലേ എക്സ്പ്ലോസ് തീംസ് ഓഫ് ambition, power, guilt, and the corrupting influence of unchecked ambition. Macbeth is known for its powerful imagery and supernatural elements, including the three witches who prophesy Macbeth's fate and the ghost of Banquo, a former ally of Macbeth who haunts him after his murder. The play is also notable for its famous soliloquy, "How damned sport," in which Lady Macbeth tries to wish the blood stains off from her hands. Lady Macbeth ഇതിലൊരു ഈ ഒരു ഇതാണത്, ഒരു സോളിഡിറ്റിയാണത്. ആ ഡാം സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കഴുകിയിട്ടും ആ ചോരത്തുള്ളികൾ പോകുന്നില്ല അല്ലേ. ആദ്യം ആര് പോകും, കൊല്ലാൻ വേണ്ടിയിട്ട് മാക്ബത്ത് പോകും. പക്ഷെ മാക്ബത്തിനൊന്നും എന്തായാലും പറ്റില്ല, കൊല്ലാൻ കഴിയില്ല. എന്തുകൊണ്ടാ മാക്ബത്ത് പോകുന്ന സമയത്ത്, മാക്ബത്തിനല്ല, ലേഡി മാക്ബത്തിന് കൊല്ലാൻ കഴിയില്ല. ലേഡി മാക്ബത്ത് കൊല്ലാൻ ഒരു കാരണമുണ്ട്. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഷി കാൻ കിൽ ദാറ്റ് ഡങ്കൻ? ഒരു റീസൺ പറയുന്നുണ്ടാകും ആ പ്ലേയിൽ. എന്താണ്, ഇയാൾക്ക് ഈ ഡെങ്കിനെ കാണുമ്പോൾ തൻ്റെ അച്ഛനെ ഓർമ്മ വരികയാണ്, തൻ്റെ പിതാവിന് ഓർമ്മ വരികയാണ്, എനിക്ക് ആളെ കൊല്ലാൻ കഴിയില്ല പറയുന്നുണ്ട് ലേഡി മാക്ബത്ത്. അങ്ങനെ ലേഡി മാക്ബത്ത് നല്ലോണം മൂട്ടി മാക്ബത്തിനെ പറയും. ലാസ്റ്റ് മാക്ബത്ത് കൊന്നുകാണ്ട് ആ കത്തി എന്ത് ചെയ്യും, ഇവിടെ അടുത്ത് കൊടുക്കും, എന്നാൽ എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ആ കത്തി കഴുകും ഇവളെ കയ്യിൽ കുറച്ച് ചോരക്കറയാവും. പിന്നെ ആ ചോരക്കറ എത്രയായിട്ടും ഇവളെ കയ്യിൽ നിന്ന് പോവില്ല വെച്ച് കഴിഞ്ഞാൽ ചോരക്കറ പോയിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു പിക്ചർ അവളുടെ മനസ്സിൽ നിന്ന് പോയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പേരാണ് ഡാം സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഡാം സ്പോർട്ട്. Macbeth is considered one of the Shakespeare's greatest works and one of the most important plays in the 18th English language. മാക്ബത്ത്, ലേഡി മാക്ബത്ത്, ബാങ്കോ, കിങ് ഡങ്കൻ, മാക്ഡഫാണ് ഒരു സ്കോട്ടിഷ് നോൾമാനാണ്. ദ വിച്ചസ്, ഈ മാക്ഡഫാണ് ഇവിടെ പോയിട്ട് പിന്നെ കൊണ്ടുവന്നതൊക്കെ. അടുത്തത് ഒഥല്ലോ ആരാണ്? Othello is a tragedy written by William Shakespeare, believed to have been written in 1603. The play tells the story of Othello, a respected general in the Valentian army, who is manipulated by his jealous and deceitful ensign Iago into believing that his wife Desdemona has been unfaithful. Driven by this jealousy and insecurity, Othello kills Desdemona and then takes his own life when he realizes the truth. വില്ലൻ, ഹൂസ് എ വില്ലൻ? ഇയാഗോ എന്ത് പറയും, നിൻ്റെ വൈഫ് ശരിയല്ല പറയും. അങ്ങനെ ഇപ്പം എന്ത് ചെയ്യും, ഓളെ പോയി തട്ടും. എന്നാൽ ലാസ്റ്റോ നമുക്ക് മനസ്സിലാവും തൻ്റെ പെണ്ണിന് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാവും. അങ്ങനെ തിരിച്ചു ഇപ്പം തന്നെ മരിക്കുന്നൊരു സീനാണ് ആ ഒരു പ്ലേയുടെ എതിർത്തുന്നത്. ദ പ്ലേ എക്സ്പ്ലോസ് തീംസ് ഓഫ് ജലസി, ഡിസെപ്ഷൻ നോക്കണ്ട. Othello is known for its powerful language and psychological depth. It features some of Shakespeare's most memorable characters, including the tragic hero Othello. The villain is Iago. മറക്കണ്ടായിരിക്കുകയാണ്. ഇയാഗോ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കേട്ടോ. Who is a villain? Villain's character ആരാണ്? ഇയാഗോ ആണ്, മറന്നുകൊണ്ട. And the innocent Desdemona. Other important characters in the play includes Cassio, lieutenant in the Venetian army, who is falsely accused of having an affair with Desdemona. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് അവനക്ക് എന്തുണ്ട്, എൻ്റെ ഒരു കാസിയോക്ക് എന്തുണ്ട്, ഡെസ്റ്റിമോണ ഒരു അവിഹിതമെന്ന് പറഞ്ഞിട്ടാക്കുന്ന ആരാണ്? ഇയാളാണ്, ഈ ഇയാഗോണ്. ഇയാഗോസ് വൈഫ് ആൻഡ് ഡെസ്റ്റിമോണ അറ്റൻഡൻറ്റ് ആൻഡ് റുജേറിയോ, എ വെൽത്തി ആൻഡ് ഫുളിഷ് സ്യൂട്ടർ ഓഫ് ഡെസ്റ്റിമോണ. ഓതല്ലോ ഈസ് കൺസിഡർഡ് ഓഫ് ദി, അതിൽ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒതല്ലോ ഉണ്ട്, ഇയാഗോ ഉണ്ട്, ഡെസ്റ്റിമോണ, കാസിയോ, എമിലിയ, റൊഡേറിയോ, ഇത്രയാണ് ക്യാരക്ടേഴ്സ് വന്നിട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കാം. ഒതല്ലോ ആരാണ്? പ്രൊട്ടാഗണിസ്റ്റാണ്. Iago, Othello's ensign and the play's primary antagonist. He is manipulative and manipulates Othello into believing that Desdemona is unfaithful. Desdemona, Othello's wife and a virtuous and innocent character, she is accused of being unfaithful by Iago, which leads to her tragic fate. Cassio, a young and handsome lieutenant in the Venetian army, he is a loyal and honorable character, but he is manipulated by Iago into getting drunk and into fight, which leads to his dismissal from the army.
Emilia, Iago's wife and Desdemona's attendant. She's a loyal and honest character, but she unwittingly helps Iago in his schemes. കോർത്ത് വെച്ച് മറന്നു പോകണം കേട്ടോ. ഇയാഗോ ഹെൽപ്പ് ചെയ്ത ആരായിരുന്നു? എമിലിയാണ് ഇയാഗോ ഹെൽപ്പ് ചെയ്ത ആൾ. പിന്നെ കിങ് ലിയർ. കിങ് ലിയർ is a tragedy written by William Shakespeare, believed to have been written between 1603 to 1606. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകേണ്ടത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇതിലൊക്കെ മക്ബത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയും പണ്ടത്തെ കാലം ടെറ്റിൻ്റെ ഫേമസ് ക്വസ്റ്റ്യൻ ഏരിയയാണ്. പക്ഷെ ഇപ്പം ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് വിടാൻ പറ്റില്ല, കാരണം അതാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കോടെ പോകാൻ പാടില്ല. ഇതൊക്കെ ചോദിക്കാറുള്ള ഒന്നുകിൽ ഏതെങ്കിലും ചോദിക്കാറുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാറില്ല പൊതുവെ. ചോദിക്കാറില്ല, ചോദിച്ചു കണ്ടിട്ടില്ല, അത്ര ചോദിച്ചിട്ടുള്ളൂ. അതായത് ഇയാഗോ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ മാക്ബത്തിൽ ഡങ്കൻ മാക്ഡഫ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഒതല്ലോയിൽ ഇയാഗോ ചോദിച്ചിട്ടുണ്ട്, പിന്നെ മാക്ബത്ത്, പിന്നെ ഹാംലെറ്റിലെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഒഫീലിയ ചോദിച്ചിട്ടുണ്ട്. ഒഫീലിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് പ്ലെയർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇൻഡെപ്തായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടൊന്നുമില്ല. ഇതിലെ ക്യാരക്ടേഴ്സിന് ജസ്റ്റ് ഓർത്ത് വെക്കുക പോകുന്നത് മാത്രം കേട്ടോ. കിങ് ലിയർ is a tragedy written by William Shakespeare, believed to have been written between 1603 to 1606. The play tells the story of King Lear, an engaging monarch who decides to divide his kingdom among his 3 daughters based on how much they love him. The 2 elder daughters, Goneril and Regan, flatter Lear with false expressions of love, while the youngest daughter, Cordelia, speaks truthfully and is banished by Lear as a result. The play explores themes of family, power, betrayal, and madness. The play is known for its complex characters, including the tragic hero King Lear, who is blinded by his own pride and falls victims to his daughter's manipulation. അതായത് 3 മക്കളാണ് ഈ ചങ്ങായിക്ക് ഉണ്ടാവുക, ഗുണേറിൽ ആൻഡ് ബ്രഗൻ ആൻഡ് ഓൾസോ കൊഡേലിയ. മറ്റു 2 പെൺമക്കൾ എന്തായിരുന്നു? ഭയങ്കര ഉടായ്പത്തികളായിരുന്നു. ഈ അച്ഛനെ കുറേ അങ്ങനെ ഭയങ്കര ഫാൾസ്ലി ഭയങ്കരമായിട്ട് ഇവരെന്ത് ചെയ്തു, ഫേക്ക് ലവ് ആയിരുന്നു ഇവിടെ അവരുടെ അച്ഛനുമായിട്ടും മുന്നോട്ടുണ്ടായത്. പക്ഷേ കൊഡേലിയക്ക് എന്തായിരുന്നു? ഷി വാസ് എ വെരി ഗുഡ് ഗേൾ ആൻഡ് ഷി വാസ് വെരി ഫെയ്ത്ത്ഫുൾ ആൻഡ് ഷി വാസ് വെരി ഹോണസ്റ്റ്. സോ ദാറ്റ് നമ്മളെന്ത് ചെയ്യില്ല, ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ അവളെ ലാസ്റ്റ് ഒഴിവാക്കണം, കൊട്ടാരത്തിന് ഒഴിവാക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ദി പ്ലേ ഇൻക്ലൂഡ് എഡ്മണ്ട് പറയുന്നുണ്ട്. കിങ് ലിയർ ആണത് മെയിൻ ക്യാരക്ടർ, ഗുണറിൽ, റെഗാൻ, കോഡേലിയ, ഏൾ ഓഫ് കെൻറ്റ്, ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്. കിങ് ലിയർ ആണ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി പ്ലേ ആൻഡ് an aging monarch who decides to divide his kingdom among his 3 daughters. He is proud and stubborn character who is blind to the truth of his daughter's characters until it is too late. Goneril, King Lear's eldest daughter, who is married to the Duke of Albany. She is a ruthless and ambitious character who, along with her sister Regan, betrays Lear and takes advantage of his weakness. Regan, King Lear's middle daughter, who is married to the Duke of Cornwall. She is just as cruel and power-hungry as her sister Goneril and contributes to Lear's downfall. ഇവർ രണ്ടുപേരും അച്ഛനോട് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. And Cordelia, Lear's youngest daughter and his favorite. She is a loving and honest character who refuses to flatter Lear with false expressions of love, which leads to her banishment and Lear's downfall. ഗോസ്റ്റർ, എഡ്മണ്ട്, അത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് അല്ല. റോമിയോ ആൻഡ് ജൂലിയറ്റ്. Romeo and Juliet is a tragedy written by William Shakespeare in the late 16th century. The play tells the story of 2 young lovers, Romeo Montague and Juliet Capulet, who belong to rival families of Verona, Italy. The play is renowned for its exploration of themes of love, fate. The 2 main characters in the play are Romeo and Juliet. Romeo is a young, impulsive man who is deeply in love with Juliet from the moment he sees her. He is known for his poetic language and his willingness to risk everything for love. Juliet, on the other hand, is a young, passionate woman who falls deeply in love with Romeo despite her family's hatred for the Montague. ഇത് വരുന്ന ക്യാരക്ടേഴ്സ് ആണെന്ന് ഫ്രയർ ലോറൻസ്, ദ നേഴ്സ്, മെർക്യൂസിയോ, ടൈബാൾട്ട്, ലോർഡ് കാപ്ലെറ്റ് ആൻഡ് ലേഡി കാപ്ലെറ്റ്, ലോർഡ് മൊണ്ടേഗു ആൻഡ് ലേഡി മൊണ്ടേഗു. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം റോമൻ ജൂലിയറ്റ് അത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ അല്ല. കാരണം ഞാൻ ക്വസ്റ്റ്യൻ കണ്ടെന്നിട്ടുള്ള ഒന്ന് ഹാംലെറ്റ് ക്വസ്റ്റ്യൻ കണ്ടെന്നിട്ടുണ്ട്, മാക്ബത്ത് കണ്ടെന്നിട്ടുണ്ട്, കിങ് ലിയർ കണ്ടെന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒത്തല്ലയും കണ്ടെന്നിട്ടുണ്ട്. അതാണ് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് കേട്ടോ. ദെൻ 2 Gentlemen of Verona. The play tells the story of 2 young men, Valentine and Proteus. ഇമ്പോർട്ടൻ്റ് ആണ്, വാലന്റൈനും പ്രോട്ടിയസ് ഇമ്പോർട്ടൻ്റ്, കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Who are close friends from Verona. Proteus is in love with Julia, a woman from Verona, but when his father sends him to Milan, he falls in love with Silvia. The daughter of the Duke of Milan, Proteus becomes so infatuated with Silvia that he betrays Valentine, who is also in love with her. അതായത് ഇതെന്തുണ്ട്,
വാലന്റൈനും ആൻഡ് പ്രോട്ടിയസ് എന്ന് പറഞ്ഞ രണ്ടാണുങ്ങളും ഇവർ ഇവരെന്ത് ചെയ്യും, വെറോണയിൽ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പ്രോട്ടിയസ് ഈസ് ലവ് വിത്ത് ജൂലിയ. ഇതിൽ പ്രോട്ടിയസ് ആരാണ്, ജൂലിയയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. എ വുമൺ ഫ്രം വെറോണ. ബട്ട് വെൻ ഹിസ് ഫാദർ സെൻസ് ഹിം ടു മിലാൻ. അതിന് പ്രോട്ടീസിന് ആരയക്കണ്, എൻ്റെ ഫാദർ മിലാനിൽ നിന്ന് സ്ഥലത്തേക്ക് അയക്കുകയാണ്. ആ സമയത്ത് ഹി ഫാൾസ് ഇൻ ലവ് വിത്ത് സിൽവിയ. അവിടെ വേറെ പെൺകുടി ലവ് ആവും, സിൽവിയ. അപ്പോൾ എത്ര ലവേഴ്സായി, 2 ലവേഴ്സായി. ദ ഡോട്ടർ ഓഫ് ദ ഡ്യൂക്ക് ഓഫ് മിലാൻ. പ്രോട്ടിയസ് ബിക്കം സോ ഇൻഫാച്ചുവേറ്റഡ് വിത്ത് സിൽവിയ ദാറ്റ് ഹി ബിട്രേസ് വാലന്റൈൻ. പ്രോട്ടിയസ് എന്ത് തോന്നി, ഞാൻ ചെയ്ത് തെറ്റായത് തോന്നി. ഹു ഈസ് ഓൾസോ ഇൻ ലവ് വിത്ത് ഹെർ. The play explores themes of friendship, love, loyalty and betrayal. It is also notable for its use of comic characters such as Lowen's servant who provides much of the play's humor. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇത് ഇയാളുടെ ഷേക്സ്പിയറുടെ പ്ലേസ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ അയച്ച സ്ലൈഡൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, മറന്നു പോകണ്ട. ജസ്റ്റ് അതിൻ്റെ ക്യാരക്ടേഴ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോയതാരും കേട്ടോ. അടുത്തുള്ള ക്രിസ്റ്റഫർ മാർലോ ഒറ്റ വർക്ക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതായത് ചോദിച്ചവർക്ക് ഡോക്ടർ ഫോസ്റ്റർ എന്ന് പറഞ്ഞ ഒറ്റ വർക്ക് മാത്രമേ ഇത്രയും കാര്യമായിട്ട് ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അതിനപ്പുറത്തേക്കും ചോദിച്ചിട്ടില്ല. Christopher Marlowe was an English playwright, poet and translator who lived during the Elizabethan era. He was a contemporary of William Shakespeare and is considered one of the most important playwrights of his time. Marlowe's works were influential in the development of the English drama, and in his use of blank verse and realistic characters paved the way for the development of the Shakespearean tragedy. ഈ ക്രിസ്റ്റഫർ മാർലോയുടെ ഡെത്തിൽ ഒരു അനോണിമസ് ഡെത്തായിരുന്നു ക്രിസ്റ്റഫർ മാർലോ. കാരണം ആരാണ് ഹി വാസ് മർഡേർഡ്. അത് മരിച്ചതല്ല അയാൾ, ആരോ കൊന്നതാണ്. പക്ഷേ ആർക്കും അറിയില്ല ആരോ കൊന്നത്. ബിക്കോസ് ദർ വാസ് എ റൂമർ ദാറ്റ് ഹാൻഡ് ഈസ് ഇൻ ഹിസ് മർഡർ. ബിക്കോസ് ഷേക്സ്പിയറിനേക്കാളും കുറച്ചും കൂടി ടാലൻ്റുള്ള ആളായിരുന്നു ആര്, മാർലോ. അതായത് ഡോക്ടർ ഫോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ല പ്ലേ ആണ് ഡോക്ടർ ഫോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇയാൾക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ ഇയാൾ വേറെ നല്ല പോയംസ് എഴുതി ഡ്രാമ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താഴെ പോകുന്ന പേടി ഉണ്ടാവാം ചിലപ്പോൾ ഇയാളെ കൊന്നു. പക്ഷെ അത് പ്രൂവണല്ല, അങ്ങനെ ഒരു കോൺസ്പിറസി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കാണ് ഡോക്ടർ ഫോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഈസ് എ പ്ലേ റിട്ടൺ ബൈ ക്രിസ്റ്റഫർ മാർലോ ഇൻ ദി ലേറ്റ് സെഞ്ചുറി. ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് എ ബ്രില്യൻറ്റ് scholar named Dr. Faustus, who is dissatisfied with his life and delicious to sell his soul to the devil in exchange for knowledge, power and pleasure. As a result of his deal with the devil, Faustus gained incredible abilities and experienced great pleasure, but ultimately faces the consequences of his actions. ഇയാൾ എന്ത് ചെയ്യണേ, ഇയാൾ വിചാരിക്കും എനിക്കിനി ഒന്നും വേണ്ട, എനിക്കിത് കുറച്ച് എന്ത് കിട്ടണം, പവറാക്കി കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സോള് വിൽക്കണം, എൻ്റെ ആത്മാവിന് വിൽക്കണം. ആർക്ക്, ഒരു ഡെവിളിന് വിൽക്കണം. എന്നിട്ട് അതിന് പകരം എന്താണ്, അയാൾക്ക് ഇന്നെ എല്ലാം ചെയ്യാനുള്ള പവർ, ഒരു മാന്ത്രിക ശക്തി വാങ്ങുകയാണ്. പക്ഷേ അവസാനം ചെയ്തും അത് അയാൾക്കിനെ പാരയായിട്ട് വരികയാണ്. The play is cautionary tale about the dangers of unchecked ambition and the consequences of making deals with the devil. It explores themes of morality, power and the nature of evil. The character of Faustus is complex and tragic. Mephistopheles is a devil who serves the Dr. Faustus' servant and guide in his deal with the devil. He is cunning and manipulative, and his interactions with the Faustus highlight the corrupting influence of power. ഇതിൽ മെഫിസ്റ്റോഫിലസ് ആണ് ആര്, ആ ഒരു ഡെവിളിന്, ആ ഡെവിളും ഇയാളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, അതാണ് മെഫിസ്റ്റോഫിലസ് കേട്ടോ, മറന്നു പോകണ്ട. വാഗ്നർ ആണെങ്കിൽ ഫോഴ്സ് സെർവൻ്റ് ആണ്. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ വാഗ്നറിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. വാഗ്നർ ആരാണ് വാഗ്നർ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാഗ്നർ ഈസ് ദി ഡോക്ടർ ഫോഴ്സസ് സെർവൻ്റ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. Who is loyal to his master but also serves as a comic relief in the play. Lucifer and the 7 deadly sins, characters who appear to Faustus as he is tempted by the devil. They represent the dangers of sin and the lure of temptation. അതായത് 7 deadly sins നമ്മുടെ ക്രിസ്ത്യാനിറ്റി പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടുന്ന സാധനങ്ങൾ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, ഇത് പ്ലഷർ തരും. അപ്പോൾ അത് അങ്ങനെ സംഭവമാണ്. ഗുഡ് ഏഞ്ചൽ ആൻഡ് ബാഡ് ഏഞ്ചൽ, characters who appears to Faustus and represent his concerns. The good angel urges Faustus to repent and turn away from his deal with the devil. അതായത് ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും ഉണ്ടാവും. അതായത് എപ്പിസോഡ്സ് വരുന്ന സമയത്ത് ഗുഡ് ഏഞ്ചൽ എന്ന് പറയും, നീ അതിലേക്ക് പോയി തിരിച്ചു എന്ന് പറയും. ബാഡ് ഏഞ്ചൽ എന്ന് പറയും, അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതായത് ബാഡ് ഏഞ്ചൽ എൻകറേജസ് ഹിം ടു പെർസ്യൂ ഹിസ് ഡിസൈർസ് അറ്റ് എനി കോസ്റ്റ്. പിന്നെ അടുത്തതാണ് ഫിലിപ്പ് സിഡ്നി. ക്രിസ്ത്യന്മാരുടെ ഒറ്റ വർക്ക് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, അതല്ല ഡോക്ടർ ഫോഴ്സ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, ബാക്കി വർക്കും അത്ര നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല. അടുത്ത ആളാണ് ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നി ആരായിരുന്നു, പഠിച്ചിട്ടുണ്ട്, ആസ്ട്രോണമിസ്റ്റ് എല്ലാം പഠിച്ചില്ലേ. ഡിഫെൻസ് ഓഫ് പോയസി ഇമ്പോർട്ടൻ്റ് ആണ്, ആർക്കേഡിയ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോളജി ഫോർ പോയട്രിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ്. ആസ്ട്രോണമിസ്റ്റ് എല്ലാം എന്താണ്, ദിസ് ഈസ് എ സോണറ്റ് സീക്വൻസ് ഓഫ് 108 സോണറ്റ്സ് ദാറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് എ
fictionalized love affair between Astrophel, Sydney, and Stella based on Sydney's real-life love interest Penelope Diverich. The sonnet are known for their lyrical beauty and for their exploration of love and desire. മറന്നു പോകണ്ട, ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറഞ്ഞ ആരായിരുന്നു? Astrophel is Sydney itself and Stella is his lover. Penelope Diverich നമ്മുടെ lover ആയിരുന്നു കേട്ടോ. അടുത്തത് defense of poesy. This is a critical essay in which Sydney defends poetry against its detractors. He argues that poetry is not only a valid form of art but also has a power to educate and inspire its readers. Defense of poesy എന്ന് പറയുന്നത് ഇയാൾ ഒരു 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 ക്രിട്ടിക്കൽ എസ്സേ ആണത്. അയാൾ പറയുന്നത് പോയിട്രി എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം മാത്രമല്ല, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ഓഫ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻസ്പയർ ഇറ്റ്സ് റീഡേഴ്സ്. അതായത് നമുക്ക് എന്തിനും ഒരു പാഠം പഠിക്കാനുണ്ടാവും ആ സാധനത്തുകളൊക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇൻസ്പിറേഷൻ കൂടിയാണ് എന്ത് പോയട്രി എന്ന്. പോയട്രി എന്ന് പറഞ്ഞാൽ പോയംസ് മാത്രമല്ല കേട്ടോ, അത് വിചാരിച്ചിട്ടുണ്ട എല്ലാ ഫോംസും. പോയട്രി എന്ന് പറഞ്ഞാൽ എല്ലാ ഫോംസും, പോയംസും ഡ്രാമസും ഒക്കെ നമുക്ക് എന്താണ് ഇൻസ്പയർ ചെയ്യുന്ന സാധനമാണ്. അടുത്തത് എന്താണ്? ആർക്കേഡിയ. ദിസ് പാസ്റ്ററൽ റൊമാൻസ് ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഷെപ്പേർഡ്സ് ആൻഡ് ഷെപ്പേർഡസ് ഇസ് ഇൻ ദ ഫിക്ഷണൽ വേർഡ് ഓഫ് Arcadia. The novel is known for its complex plot, richly drawn characters, and for its exploration of love, honor, and friendship. An apology of poetry. This is another critical essay in which Sydney defends poetry against its critics. He argues that poetry is a form of art that is capable of expressing complex emotions and ideas in a way that other forms of art. Then Edmund Spenser ഒറ്റ രണ്ട് വർക്കും അത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. എപ്പിത്തലാമിയനും പ്രോത്തലാമിയൻ, ദെൻ ദ ഫെയറി ക്വീൻ. ഈ മൂന്ന് വർക്കും ഇമ്പോർട്ടൻ്റ്. ഈ മൂന്ന് മുന്നേ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. Edmund Spenser was an English poet who lived during the Elizabethan era in the late 16th century. എലിസബത്തിൻ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ആര്? എഡ്മണ്ട് സ്പെൻസർ എന്ന് പറഞ്ഞ ആൾ കേട്ടോ. ഹു വാസ് എ പോയറ്റ്. ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? പോയറ്റ് ആരായിരുന്നു? നമ്മളാ ഫാദേഴ്സ് പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നു. ഹു ഇസ് നോൺ ആസ് മറ്റേ പോയറ്റ് ആരാണ്? പോയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കവിയരുടെ കവി. എഡ്മണ്ട് സ്പെൻസറാണ്. അതൊന്നും മറന്നില്ല എല്ലാവരും. പിന്നെ ഫെയറി ക്വീൻ എന്ന് പറയുന്നത് സ്പെൻസേഴ്സ് മോസ്റ്റ് ഫേമസ് വർക്ക് ഇൻ എ പിക് പോയം in which he explores the virtue of chivalry and the relation between the individual and society. The poem is written in a complex form known as Spenserian stanza and is known for its allegorical depth and rich symbolism. Amorety, important alla, it in sonnets that Spenser wrote to his wife Elizabeth Boyle. The sonnets are known for their lyrical beauty and their exploration of love, desire and devotion. നോക്കി വെച്ചോളൂ, അമോറിറ്റിയും ഇമ്പോർട്ടൻ്റ് വിട്ടാന്ന് വേണം ചിലപ്പം ചോദിക്കാം. This is a type of sonnet he wrote to his wife. ആരാണ്? എലിസബത്ത് ബോയിൽ. മറന്നു പോകണം കേട്ടോ. എപ്പിത്തലാമിയൻ. This is a poem that Spenser wrote in celebration of his marriage to Elizabeth Boyle. The poem is known for its elaborate structure and its celebration of the joys of marriage. പ്രോത്തലാമിയൻ ആണെങ്കിലോ it's a poem written by Edmund Spenser, an English poet who lived in Prothalamin is a spousal poem, meaning it celebrates the upcoming wedding of two individuals and is known for its beautiful language and imagery. ഇത് രണ്ടും ഇതിൻ്റെ കല്യാണം ബന്ധപ്പെട്ട പോയംസ് കേട്ടോ. ഒന്ന് എപ്പിത്തലാമിനാണെങ്കിൽ ആ സമയത്തുണ്ടും, പ്രോത്തലാമിനാണെങ്കിൽ കല്യാണം കുറച്ച് മുന്നേ വരുന്നൊരു പോയമാണ്. The poem is set on the banks of the river Thames in London and describes the author's journey to a wedding of two young women who are referred to as the two swans. Throughout the poem, Spenser weaves a tapestry of beautiful images and metaphors, using the natural world to create a sense of joy and celebration. One of the most famous passages in the poem is the description of the Thames River. Sweet Thames, run softly till I end my song. Sweet Thames, run softly, for I speak not loud or long. ഈ ലൈൻ കൊടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ ലൈൻ ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകണ്ട കേട്ടോ. തേംസ് നദി അത്രയും സ്വീറ്റ് തേംസ് റൺ സോഫ്റ്റ്ലി ടിൽ ഐ എൻഡ് മൈ സോങ്സ്. തേംസ് നദി നീ ഒഴുകൂ, പതുക്കെ ഒഴുകിയാൽ മതി, ഞാൻ എൻ്റെ പാഠം തീർത്തോട്ടെ. സ്വീറ്റ് തേംസ് റൺ സോഫ്റ്റ്ലി ഫോർ ഐ സ്പീക്ക് നോട്ട് ലൗഡ് ഓർ ലോങ്. ഞാൻ എന്തെന്നില്ല, ഞാൻ ഐ ഡോണ്ട് സ്പീക്ക് ലൗഡ് ഓർ ലോങ്. ഞാൻ കുറച്ചേ സംസാരിക്കുള്ളൂ, ഞാൻ അത്ര സമയം എന്ത് ചെയ്യുക, പതുക്കെ ഒഴുകൂ. The Shepherd's Calendar. This is Spenser's first published work, collection of 12 pastoral poems that explores the lives and loves of shepherds. The poems are known for their pastoral imagery and their exploration of themes. Then അടുത്തത് ഫ്രാൻസിസ് ബേക്കൺ. ബേക്കൻ്റെത് ജോൺ ഡൺ അല്ലേ, ഞാൻ നിർത്താം കേട്ടോ. ബേക്കൻ്റെ ഈ സൈഡ് പോരാ നമുക്ക്. ബേക്കൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കൻ നമുക്ക് വിടാം, കാരണം ബേക്കൻ ഇത്ര പോരാ. അപ്പോൾ ബേക്കന് കുറച്ചും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്, കാരണം ഓഫ് സ്റ്റഡീസ് ഒന്ന് നിർത്തിപ്പോകണം. പിന്നെ
അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ബാക്കോണിയൻസ് ടൈപ്പ് ഒന്നും ഇല്ലല്ലേ. അത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. ബേക്കറിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ഏരിയയുള്ള ക്വസ്റ്റ്യൻ മുന്നേ വന്നിട്ടുള്ളത് ഓബ്സ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വന്നത്. അതുപോലെ തന്നെ ബേക്കറിൻ്റെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് എസ്സേസ് ഉണ്ട്. അതായത് 3 ഗ്രൂപ്പ് ഓഫ് എസ്സേസാണ് ബേക്കറിന് വരുന്നത്. ആ നമ്പറൊക്കെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അത് എൻ്റെ ഒരു വേറെ സ്ലൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ സ്ലൈഡ് അല്ല ഉള്ളത്. ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻ വരുന്ന സമയത്താണ് സ്ലൈഡ് വരുന്നത്. നോക്കിയിട്ട് നമുക്ക് നാളെ ചെയ്യാം കേട്ടോ അത്. അപ്പോൾ ഇനി അടുത്തത് ജോൺ നമുക്കറിയാം. ഹീ ഈസ് നോൺ ഫോർ ഹിസ് വാട്ട് മെറ്റാഫിസിക്കൽ പോയട്രി. ഇതും ഫുള്ളല്ലല്ലോ. ഇതിലാ സാധനം ഇല്ല. വാല്യൂഷൻ ഫോർ ബിങ് മോർണിംഗ് ഇല്ല. ഫ്ലീ ഉണ്ട്. ഇതും ഫുള്ളല്ല. ജസ്റ്റ് പറഞ്ഞു പോട്ടോ. ജോൺ ഡൺ റോട്ട് വെറൈറ്റി ഓഫ് പോയിംസ്, സെർമൺസ് ആൻഡ് എസ്സേസ് ഡ്യൂറിംഗ് ഹിസ് ലൈഫ് ടൈം. സം ഓഫ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇൻക്ലൂഡ് സോങ്സ് ആൻഡ് സോണറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിഷ് 1633. ദ ഫസ്റ്റ് ഓഫ് പോയിംസ് ദാറ്റ് ഇൻക്ലൂഡ്സ് സം ഓഫ് ജോൺസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് സച്ച് ആസ് സൺറൈസിംഗ്, ഫ്ലീ, വാല്യൂഷൻ ഫോർ ബിങ് മോർണിംഗ്. അത് കുറേ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. വാല്യൂഷൻ ഫോർ ബിങ് മോർണിംഗ് ബൈ ജോൺ ഡൺ ഈസ് ഇൻക്ലൂഡ് ഇൻ വിച്ച് ഓഫ് ദ കളക്ഷൻ ഓഫ് ബൈ ഡൺ. അതായത് കളക്ഷൻ്റെ ഏത് കളക്ഷനിലാണ് ഈ പോയം വന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതായിരുന്നു? സോങ്സ് ആൻഡ് സോണറ്റ്സ് ഇൻ 1633. മറന്നു പോകണ്ട കേട്ടോ. സോങ്സ് ആൻഡ് സോണറ്റുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് എ ക്വസ്റ്റ്യൻ തോന്നുന്നു. എച്ച് എസ് എയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഈ സെക്ഷനിൽ. ഓർമ്മയില്ല, ക്വസ്റ്റ്യൻ ഓർമ്മയില്ല. പിന്നെ ഹോളി സോണറ്റ്, കളക്ഷൻ ഓഫ് 19 റിലീജിയസ് സോണറ്റ് ഇൻ വിച്ച് ഡൺ റിഫ്ലെക്ട്സ് ദ ഹിസ് ഓൺ സ്പിരിച്വൽ ജേർണി ആൻഡ് ഹിസ് റിലേഷൻ വിത്ത് ഗോഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് വാല്യൂഷൻ ഫോർ ബിങ് മോർണിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു വർക്കും കൂടെ ഉണ്ട്, കാനണൈസേഷൻ എന്ന വേറെ വർക്കും കൂടെ ഉണ്ട്. അതും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഓൾമോസ്റ്റ് ടയർഡായി, ഒന്ന് സുഖമായി വരുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവേണ്ട വെച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നാളെ ഉണ്ടാവില്ല, ഇനി മറ്റന്നാൾ ഉണ്ടാവും കേട്ടോ. ഇനി 8-ാം തീയതി ഉണ്ടാവും. 8-ാം തീയതി 9-ാം തീയതി ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. 10-ാം തീയതി നിങ്ങൾക്ക് എച്ച് എസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അന്ന് ഉണ്ടാവില്ല. പിന്നെ 11-ാം തീയതി ഇനി ആൾട്ടർനേറ്റ് ഡേയ്സ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ പോർഷൻ ഞാൻ മൊത്തം തീർക്കും. ഡിസംബർ 10-ാം തീയതി 11-ാം തീയതി ഒക്കെ ആകുമ്പോൾ പോർഷൻ മൊത്തം തീർക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു 10 ദിവസം എന്ത് കിട്ടും? ഒരു റിവിഷൻ ടൈമും കിട്ടും. അതോടുകൂടി നല്ലോണം പഠിച്ചോളി. കാരണം ഡിസംബറിൽ ജനുവരി എക്സാം കഴിഞ്ഞൊരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ റിസൾട്ടും വരും എൻ്റെ. പിന്നെ കേട്ടിട്ട് ഹോൾഡേഴ്സായി. ഇപ്പോൾ നിങ്ങൾ എലിജിബിളായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വെറുതെ കളിച്ചിരിക്കാൻ നിൽക്കേണ്ട. കാരണം നമുക്ക് വളരെ കുറഞ്ഞ ടൈമേ നമുക്കുള്ളൂ. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ, സീ യു ടുമോറോ. താങ്ക് യു സർ.